ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്കിന്ന് ഉച്ചക്കത്തേക്ക് മീൻ വറുത്തതും മീൻ കറി കേട്ടോ സ്പെഷ്യലി. അപ്പം കിളിമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം മലയാളിക്കടയിൽ പോയപ്പോൾ അവിടെ കിളിമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ കിളിമീൻ കണ്ടപ്പോൾ കിളിമീനും മേടിച്ചു, നെയ്മീനും മേടിച്ചു. അന്ന് ഞണ്ട് മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇത് രണ്ടും പിന്നെ പോത്തിറച്ചിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിളിമീൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ട് മുളകൊക്കെ തേച്ച് വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നെയ്മീൻ മുളകിൽ വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കുറച്ച് സവാളയും കൂടി ഇട്ട് വഴറ്റി. അപ്പം മീൻ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടെ അരപ്പ് പോലെ ഉണ്ടാക്കി ഞാൻ പെട്ടെന്ന് മീൻ കറി ഉണ്ടാക്കി. പിന്നെ മീൻ വറുക്കാൻ വെച്ച ഒരു അടപ്പയിൽ നമ്മൾ മീൻ കറിയും റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും മീൻ കറി റെഡിയായി. പിന്നെ മീൻ വറുത്ത് പൊടിഞ്ഞു പോയിട്ട് ഇച്ചിരി എന്ത് പറ്റിയെന്നറിയില്ല, പൊടിഞ്ഞു പോയി. പിന്നെ ഞാനൊരു തോരനും കൂടെ വേണം ഉണ്ടാക്കിയായിരുന്നു, നമ്മുടെ ബീൻസും ക്യാരറ്റും കൂടെ ഇട്ടിട്ട് തേങ്ങയൊക്കെ ഇട്ട്. പിന്നെ ഇത് നമ്മുടെ ആപ്പിളച്ചാറാട്ടോ. ആപ്പിളച്ചാറ് പിന്നെ ആദ്യത്തെ ഇട്ട് തീർന്നിട്ട് ഞാൻ പിന്നെ രണ്ടാമത് ആപ്പിളച്ചാർ ഇട്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം ആയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതിരിക്കുന്നു. അപ്പോൾ ചിങ്കുറും പീലാപ്പിയും വിഷ്ണുവും ഞാനും എല്ലാവരും ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചോറ് കഴിക്കാമെന്ന് ഓർത്ത് ചോറൊക്കെ റെഡിയാക്കി വെച്ച്. അപ്പം ചിങ്കുറും പീലാപ്പി ഇരിപ്പുണ്ട്. അപ്പം മീനിൻ്റെ മുട്ട വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിളിമീനകത്ത് കുറച്ച് കുഞ്ഞു മുട്ട ഉണ്ടായിരുന്നു. നെയ്മീൻ്റെ അകത്ത് ഞങ്ങൾക്ക് കുറച്ച് മുട്ട തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുട്ട വേണമെന്ന് ചിങ്കുറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും എൻ്റെ അച്ചായിക്ക് മീൻ കടയുള്ളത് കൊണ്ട് അവിടെ മീൻ അവിടെ നിന്നാണ് മേടിക്കുന്നത് കേട്ടോ. എപ്പോഴും ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്ത് മീൻ വേണമെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ എനിക്കെടുക്കാം. അപ്പം അച്ചായുടെ കടയിൽ നിന്നാണ് ഞാൻ എപ്പോഴും മീൻ മേടിക്കാറുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ചെന്ന് പുറത്തൊക്കെ ചെന്ന് മീൻ മേടിക്കുമ്പോഴാണ് മീൻ എന്ത് വിലയാണെന്ന് അറിയുന്നത് കേട്ടോ. അങ്ങനെ മീൻ കറിയൊക്കെ കൂട്ടി. അപ്പം എല്ലാവരും കൂടെ ഇരുന്ന് ഞങ്ങൾ ചോറൊക്കെ വിളമ്പി എല്ലാവരും കൂടെ കഴിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.